നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ആരുടെ ജീവിതത്തിലാണ് പ്രയോറിറ്റി കൊടുക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള സംഗതിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിനാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ആ കല്യാണത്തിൽ പോവുക? ചങ്ക് ഫ്രണ്ടാണെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പേ ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിന് മെനക്കെട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ? ഇനി നമ്മൾ സഹോദരൻ്റെ കല്യാണമാണെങ്കിൽ ഇതുപോലെ ചെയ്യില്ലേ? എന്നാൽ അകന്ന ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണെങ്കിലോ നമ്മൾ ചിലപ്പോൾ ആ കല്യാണ ദിവസം പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മടങ്ങി വരും. കാരണം അത്ര മാത്രമേ പ്രയോറിറ്റി അതിന് കൊടുക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കല്യാണത്തിനാണെങ്കിലോ, ഞാൻ എൻ്റെ കല്യാണത്തിനാണെങ്കിൽ എന്തായിരിക്കും ഇതിന് പ്രയോറിറ്റി? സമയമില്ല, തിരക്കാണ്, ചെയ്യാൻ പറ്റില്ല, നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഒഴിവാക്കുമോ? നമ്മുടെ സ്വന്തം സഹോദരിയുടെ കല്യാണമെങ്കിലും ഇതുപോലെ തന്നെയല്ലേ? വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു നല്ല രീതിയിലൊരു ഉന്നതി വരുന്നൊരു അവസരം നമ്മൾക്ക് വരുന്ന സമയത്ത് ആ അവസരം തള്ളി മാറ്റിക്കൊണ്ട് നമ്മൾ മറ്റ് പലതിനും ഓടുന്നത് കൊണ്ടല്ലേ, മറ്റ് പലതിൻ്റെയും പുറകെ പോകുന്നു. അവിടെ രക്ഷപ്പെടുന്നു വെച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ കൂടെ പോയി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പോകുന്നു. യഥാർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് തന്നെയായിരിക്കും അതിനും പോകുന്നുണ്ടാവുക. പക്ഷെ അവിടെയൊക്കെ പോയി നമ്മൾ ജീവിതം നശിപ്പിക്കുന്നതിന് പകരം നമ്മൾക്ക് പൂർണ്ണമായി ഉറപ്പുള്ള ഒരു മേഖലയിൽ ഉറപ്പുള്ള സംഗതിക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പ്രയോറിറ്റി കൊടുക്കാത്തതാണ് പ്രധാനം. ഞാൻ കുറച്ച് ദിവസങ്ങൾ പ്രയോറിറ്റിയെ കുറിച്ച് തന്നെ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം ഒരു പ്രായം വരെ നമ്മൾ പലതിനും പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ജീവിതം കളഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം? ആ പ്രയോറിറ്റി കൊടുക്കുന്നതിന് നമ്മൾ എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് തീരുമാനമെടുത്ത് അതിലേക്ക് ഒഴിഞ്ഞു വെക്കുക ജീവിതം.